ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമാകട്ടെ. നാൽക്കവലകളിൽ ഒരുപാട് അപായ സൂചനകളുണ്ട്, വാർണിംഗ് സൈൻസ്. അത് പറയുന്നത് നാം ഒരു അപകട മേഖലയിൽ എത്തിയിരിക്കുന്നുവെന്ന. സൂക്ഷിച്ചില്ല എങ്കിൽ അപകടമുണ്ടാകും, ഒരുപക്ഷെ മരണം പോലും സംഭവിക്കാം. ശരീരത്തിലും ചിലപ്പോൾ ചില അപായ സൂചനകൾ കാണിക്കും. തലവേദന, നീർവീക്കം, ഇതൊക്കെ ഒരു സൂചനയാണ്. എന്തോ മാരകമായ രോഗത്തിൻ്റെ ലക്ഷണം പോലെ. ഗൗരവത്തിലെടുത്തില്ല എങ്കിൽ ആ രോഗം നമ്മെ തകർത്തേക്കാം. മാനസികമായും ചിലപ്പോൾ നമുക്കൊരു ഏകാന്തത തോന്നും, ഡിപ്രഷൻ തോന്നും, വിരക്തി തോന്നും. അതൊക്കെ ഒരു അപായ സൂചനയാണ്. ആ പിരിമുറുക്കങ്ങൾ ഗൗരവത്തിലെടുത്തില്ല എങ്കിൽ മനസ്സിൻ്റെ താളം തന്നെ ചിലപ്പോൾ തെറ്റിപ്പോവും. ഇതുപോലെ തന്നെ ആത്മീയ തലത്തിലും ചില അപായ സൂചനകൾ ദൈവം തരും. പ്രാർത്ഥന നിലയ്ക്കുമ്പോൾ, ബൈബിൾ വായന അവസാനിപ്പിക്കുമ്പോൾ, മോശപ്പെട്ട ചില ഇടർച്ചകളിലേക്ക് നാം വീണു പോകുമ്പോൾ, വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചില അപായ സൂചനകൾ ദൈവം തരും. അത് നാം ഗൗരവത്തിലെടുക്കണം. ഇല്ല എങ്കിൽ ദുരന്തം നിശ്ചയം. ഓർക്കുകയാണ് മുന്തിരിത്തോട്ടത്തിൽ വളർന്ന അത്തിവൃക്ഷം. മുന്തിരിത്തോട്ടത്തിൽ വളർന്നത് കൊണ്ട് എല്ലാവിധ പരിചരണവും കിട്ടി വളർന്ന ഒരു അത്തിവൃക്ഷമാണ്. മുന്തിരിക്ക് യഥാവിധ വളം വേണം, വെള്ളം വേണം, അല്ലെങ്കിൽ അത് ഫലം കായ്ക്കില്ല. അതേ പരിചരണം തന്നെ അത്തിവൃക്ഷത്തിന് കിട്ടിയിരിക്കണം. എന്നിട്ട് 3 വർഷമായിട്ട് യജമാനൻ വന്ന് നോക്കിയിട്ടും അതിൽ ഫലമില്ലാതെ പോയി. അവിടെ യജമാനൻ പറഞ്ഞത് വെട്ടിക്കളയാൻ, എന്തിനു നിലം പാഴാക്കണമെന്ന്. അത് കേട്ടിട്ട ഭൃത്യൻ പറഞ്ഞത് 1 വർഷം കൂടെ നിന്ന് കൊള്ളട്ടെ. അതൊരു താക്കീത, അപായ സൂചനയാണ്. നിശ്ചയമായും ആ വേലക്കാരൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടാകും, വളമിട്ടിട്ടുണ്ടാകും. എന്നാൽ ആ വരുന്ന വർഷം അത് ഫലം നൽകിയോ? ഉപമൊന്നും പറയുന്നില്ല. മറ്റൊരു അത്തിവൃക്ഷത്തെക്കുറിച്ച് അതേ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. യേശുനാഥൻ മരിക്കുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവൻ ബഥനിയായിൽ നിന്നും ജെറുസലേമിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടൊരു അത്തിവൃക്ഷം. അതും ഫലം നൽകിയില്ല. പച്ചപ്പ് കൊണ്ട് അത് അതിൻ്റെ ഫലരാഹിത്യത്തെ മറച്ചു വെച്ചു. അത് കണ്ടിട്ട് ക്രിസ്തു അതിനെ ശപിച്ചത്, മേലിൽ ഫലം നൽകാനാകാത്ത വിധം വാടിപ്പോകട്ടെ. ദൈവത്തിൻ്റെ താക്കീത് കിട്ടിയിട്ടും ഫലം നൽകാത്തതിൻ്റെ പേരിലാണ് അത് ശപിക്കപ്പെട്ടത്. അത്തിവൃക്ഷം ഏതൊരു മനുഷ്യൻ്റെയും പ്രതീകമാണ്. ബാഹ്യമായി ഒരുപാട് ആത്മീയ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ ഉള്ളിലേക്കൊന്ന് നോക്കണം. ആത്മീയതയുടെ ഫലം നാം പുറപ്പെടുവിക്കുന്നുണ്ടോ? അഭിനയമാണോ നമ്മുടെ ആത്മീയ ജീവിതം? എങ്കിൽ ദൈവത്തിൻ്റെ കരുണ നിറയുന്ന നാവിൽ നിന്നും കഠിനമായ വാക്കുകൾ പുറപ്പെടും. അപായ സൂചനകൾ തിരിച്ചറിഞ്ഞ് തിരുത്താനാകണം. ഓർക്കുകയാണ് 12-ാം നൂറ്റാണ്ടിൽ സെൻ റുഫീനോ ദേവാലയമുറ്റത്തൊരു പീഡാസഹന നാടകം നടക്കുകയാണ്. യേശുവായിട്ട് അഭിനയിച്ച നടൻ കുരിശിൽ കിടന്നുകൊണ്ട് ശരീരം മുഴുവൻ ചുമന്ന് ചായം തേച്ച് ഏലി ഏലി ലാമ സബക്താനി എന്ന് കരഞ്ഞ് അഭിനയിക്കുക. അവൻ്റെ തീക്ഷ്ണമായ അഭിനയം കണ്ടു നിന്ന മാതാപിതാക്കളും മക്കളുമൊക്കെ വാവിട്ട് കരഞ്ഞു. നാടകം ഹൃദയസ്പർശമായിരുന്നു. ഒടുവിൽ അത് അവസാനിച്ചപ്പോൾ ആ നാടകം കണ്ട് കരഞ്ഞൊരു കുട്ടിയുടെ വീട്ടിലായിരുന്നു അവർക്ക് അത്താഴമൊരുക്കിയത്. വിഭവസമ്മതമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ നടന്മാരുടെ ഇടയിലേക്ക് ആ കുഞ്ഞുകുട്ടി കടന്നു വന്നിട്ട് ക്രിസ്തുവായിട്ട് അഭിനയിച്ച നടനോട് ചോദിച്ചു, നിങ്ങളെയല്ലേ കുറച്ച് നേരം മുമ്പ് കുരിശിൽ തൂക്കിക്കൊന്നത്? അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ആ നടനും ചിരിച്ചു. ചിരിച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു, കുഞ്ഞ്, അതൊക്കെ ഒരു അഭിനയമായിരുന്നു. ആ വാക്ക് കേട്ട് അവന് സഹിക്കാൻ പറ്റിയില്ല. അവൻ സ്വന്തം കിടപ്പുമുറിയിലേക്ക് വന്നു. ചുമല് തൂക്കിയിട്ടിരുന്ന ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടിമെന്നിട്ടിങ്ങനെ സങ്കടം പറഞ്ഞു, ക്രിസ്തുവേ, എനിക്കൊരു സത്യം മനസ്സിലായി. ഈ ഭൂമിയിൽ ആർക്കും നിനക്ക് വേണ്ടി സഹിക്കാൻ താല്പര്യമില്ല
എല്ലാവർക്കും ഇഷ്ടം അഭിനയിക്കാനാണ്. നിശ്ചയമായും ഞാൻ നിൻ്റെ മുമ്പിൽ അഭിനയിക്കില്ല. നീ തരുന്ന ഏത് സങ്കടങ്ങളും സകലവും ഞാൻ ഏറ്റെടുക്കും, വിശ്വസ്തയോടെ ജീവിക്കും. ആ കുഞ്ഞ് വളർന്നു യുവാവായപ്പോൾ ആ വാക്ക് പാലിച്ചു. സ്വന്തം മാതാപിതാക്കളെയും കുടുംബത്തെയുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തെരുവോരങ്ങളിലേക്ക് ഇറങ്ങി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, വേദനിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കാൻ, അവരുടെ മുറിവുകൾ ഒപ്പിയെടുക്കാൻ, വേദനിക്കുന്നവരുടെ സങ്കടങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തു തൻ്റെ സഹനങ്ങളുടെ അടയാളമായ പഞ്ചശതങ്ങൾ ആ യുവാവിന് കൊടുത്തു. 5 മുറികൾ ഏറ്റുവാങ്ങിയ ആ യുവാവ് മരിച്ചപ്പോൾ തിരുസഭ ആ യുവാവിനൊരു പുതിയ പേര് കൊടുത്തു, ദ്വിതീയ ക്രിസ്തു, രണ്ടാം ക്രിസ്തു. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു സങ്കടമുണ്ട്. അത് മറ്റൊന്നുമല്ല, അത്യവിഷത്തെ നമ്മളും ഒരുപാട് അഭിനയിക്കുന്നുവെന്ന്. ജീവിതം അഭിനയമാകുമ്പോൾ അതിനെ ക്രിസ്തു വിളിക്കുന്ന പേര് കാപഢ്യമെന്ന. കാപഢ്യം ദൈവം എങ്ങനെ പൊറുക്കും? ഒന്നോർത്ത് നോക്കുക, നമ്മുടെ ജീവിതം എങ്ങനെയാണിപ്പോൾ. കുഞ്ഞായിരിക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ വെളുത്ത വസ്ത്രം ധരിച്ച് കൈകൂപ്പി നാം വന്നിട്ടുണ്ട്. ഇപ്പോഴും കുർബാന മധ്യ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളം ശുദ്ധമാണോ? പണ്ട് ഉണ്ടായിരുന്ന ഭക്തി ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ട് പോയിട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം നാം കരങ്ങൾ കൂപ്പുന്നു, കണ്ണുകൾ അടക്കുന്നു. ഇതൊക്കെ ഒരു അഭിനയമല്ലേ? ആദ്യമായിട്ടൊക്കെ കുമ്പസാരിക്കാനായിട്ട് നാം പുരോഹിതന് മുമ്പിൽ വരുമ്പോൾ, മുട്ടുമെന്ന് നിൽക്കുമ്പോൾ, നെഞ്ചത്ത് കൈവെക്കുമ്പോൾ നാം ചെയ്ത പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം നമുക്കുണ്ടായിരുന്നു. ഇന്നും നാം കുമ്പസാരിക്കുന്നുണ്ട്, പാപങ്ങളേറ്റ് പറയുന്നുണ്ട്. പക്ഷേ ചെയ്ത പാപങ്ങൾ വീണ്ടും ചെയ്യുമെന്ന് ഉള്ളിൽ തീരുമാനിച്ച് നാം നടത്തുന്ന ഈ കുമ്പസാരം സത്യത്തിലൊരു അഭിനയമല്ലേ? പണ്ടൊക്കെ കുർബാന കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മുഖത്തേക്കൊരു മൗനമുണ്ടായിരുന്നു. അത് ഉള്ളിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ നിറമായിരുന്നു. ഇപ്പോഴും നാം മൗനം പാലിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ പ്രിയപ്പെട്ടവരിൽ നിന്നും അയൽവാസികൾ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി നാം നടത്തുന്ന ഈ മൗനം സത്യത്തിൽ ഇറങ്ങിപ്പോയ ദൈവത്തിൻ്റെ മഹാശൂന്യതയല്ലേ? അതെ, നിങ്ങളും ഒരുപക്ഷെ ഞാനുമൊക്കെ ഒരുപാട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. ആദ്യമായിട്ട് ഫ്രാൻസിസ് അസീസിയുടെ സന്യാസ സഭയിൽ അംഗമായി നോവിഷ്യറ്റിൽ ആ വിശുദ്ധൻ്റെ ഈ കാവ്യവസ്ത്രം ധരിച്ച് തുടങ്ങിയപ്പോൾ എനിക്കൊരുപാട് ആത്മീയ സന്തോഷമായിരുന്നു. ഈ വസ്ത്രം ധരിച്ച് പുറത്ത് നടക്കാൻ പോകുമ്പോൾ പ്രായമുള്ള ചിലരുടെ ബഹുമാനവും സ്തുതിയൊക്കെ കിട്ടുമ്പോൾ എന്തുമാത്രം ആത്മീയ ആനന്ദമായിരുന്നു. പതിയെ ആ സ്തുതിയും ആദരവും കിട്ടാൻ വേണ്ടി ഈ കാവ്യവസ്ത്രം ധരിച്ച് നടക്കുന്ന എൻ്റെ ജീവിതം ഒരുപക്ഷെ അഭിനയമല്ലേ? പണ്ടൊക്കെ വചനം പ്രഘോഷിച്ചത് ഉള്ളിലുള്ള ആ ദൈവത്തിൻ്റെ നിറവ് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനുള്ള ഒരു ആവേശം കൊണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ സ്തുതിവാക്ക് കിട്ടാൻ ഞാനിങ്ങനെ ഉള്ളിൽ കാപഢ്യം അഭിനയിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കനലല്ലാതെ മാറുമ്പോൾ സത്യത്തിൽ വീണ്ടും ഞാൻ ആ അഭിനയം തുടരുകയല്ലേ? ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് ആത്മീയ ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴൊക്കെ ഓർക്കുക അത്യവിഷത്തെ. ദൈവത്തിൻ്റെ കനമുള്ള വാക്ക് നമ്മുടെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ വീഴാതിരിക്കാൻ ജീവിതത്തെ നവീകരിക്കേണ്ടതുണ്ട്. ബൈബിളിൽ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. അവരുടെ ജീവിതം പരാജയം തന്നെയായിരുന്നു. ആദ്യം അഭിനയിച്ചത് എന്താ? സർപ്പമാണ്. ആദ്യത്തിൻ്റെ ഹവ്വായുടെ മുമ്പിൽ വന്നിട്ട് സർപ്പം പറയുന്നുണ്ട്, ഈ ജ്ഞാനവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന്. ആ സ്തുതിവാക്കിൽ മയങ്ങിയ ആദവും ഹവ്വായും ആ ജ്ഞാനവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുന്നത്. അതിനുശേഷം അവരെന്ത് ചെയ്തു? ദൈവത്തെ കാണാൻ ഭയപ്പെട്ടുകൊണ്ട് അത്യവിഷത്തിൻ്റെ മറയിലൊഴുക്കിയ. ഇതാണ് കാപട്യം. ദൈവത്തിന് മുമ്പിൽ സുതാരായി നിന്ന ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ആ പാപം മറയ്ക്കുവാൻ അത്യവിഷത്തിൻ്റെ മറയിലൊളിക്കുന്നു. അത്യവിഷം എപ്പോഴും കാപട്യത്തിൻ്റെ പ്രതീകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു അത്യവിഷത്തെ ശപിച്ചത്. ഈ ആദ്യ മാതാപിതാക്കളുടെ മക്കൾ തന്നെയാണ് നമ്മൾ. കായലിനെ എടുക്കുക, ആദ്യ മക്കൾ. മോശപ്പെട്ട കനി കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിച്ചവനാണ് കായൽ. ദൈവം അത് കണ്ടു. എന്നിട്ട് അവനോട് പറഞ്ഞു, മോശപ്പെട്ട ബലി അർപ്പിച്ചതുകൊണ്ട് നിന്റെ ബലി സ്വീകാര്യമായില്ല. പക്ഷേ പാപം നിന്റെ പടിവാതിക്കൽ കാത്തിരിക്കുക. നീ അതിനെ കീഴടക്കണം, അല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. ദൈവം അവന് കൊടുത്ത താക്കീതാണ്. എന്നാൽ ആ ഭയസൂചന കായൽ കേട്ടില്ല, അനുസരിച്ചില്ല. വീണ്ടും അവൻ്റെ ജീവിതം തുടർന്നു. ഒടുവിൽ അവൻ ദൈവം പറഞ്ഞതുപോലെ പാപത്തിനിരയായി.
സ്വന്തം സഹോദരൻ്റെ ഘാതകനായി. എപ്പോഴും നമ്മളും ബലിയൊക്കെ അർപ്പിക്കുന്നുണ്ട്. ശുദ്ധമായ ബലിയാണ്, ഉള്ളുകൊണ്ട് പവിത്രമായ ബലിയാണ് നാം അനുദിന ദൈവത്തിന് കൊടുക്കുന്നത്. അല്ല എങ്കിൽ ആ താക്കീത് നമുക്കും കൂടിയുള്ളൊരു താക്കീത്. പാപം നമ്മുടെ പടിവാതിക്കൽ കാത്തിരിക്കുക. അതിന് നാം കീഴടക്കിയില്ല എങ്കിൽ അതിന് നാം ഇരയാകും. ഒന്നോർത്ത് നോക്കുക, യാക്കോബ് എന്ന പഴയ നിയമത്തിലെ മനുഷ്യൻ ഏറ്റവും വിദഗ്ധനായിട്ട് അഭിനയിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സ്വന്തം സഹോദരൻ ഏസാവിന് പിതാവ് അവൻ്റെ വാർദ്ധക്യ കാലത്ത് കാഴ്ച മങ്ങിയപ്പോൾ അനുഗ്രഹം കൊടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവനോട് പറയുന്നുണ്ട്, പോയി നീ ഒരു വിരുന്നൊരുക്കി കൊണ്ടുവാ, അത് കഴിച്ചിട്ട് ഞാൻ നിന്നെ ആശീർവദിക്കാമെന്ന്. യാക്കോബ് അപ്പോൾ എന്ത് ചെയ്തു? ഏസാവിൻ്റെ അതേ വസ്ത്രം ധരിച്ച് അമ്മ കൊടുത്ത വിരുന്നുമായിട്ട് കാഴ്ച മങ്ങിയ പിതാവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് വിരുന്ന് കൊടുക്കുന്നുണ്ട്. ആ പിതാവ് യാക്കോബിൻ്റെ കരങ്ങളൊക്കെ തപ്പി നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ മകൻ ഏസാവ് തന്നെയോ എന്ന്. വിദഗ്ധമായിട്ട് അഭിനയിച്ചുകൊണ്ട് അവൻ പറഞ്ഞതേ, ഞാൻ ഏസാവ് തന്നെയെന്ന്. യാക്കോബിനെ അനുഗ്രഹിച്ച് ആ പിതാവ് വിടുന്നുണ്ട്. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. യാക്കോബ് വളർന്നു, അവനും ഒരു പിതാവായി. അവന് 12 മക്കളുണ്ടായി. അതിലൊരു മകൻ അവൻ ഒരുപാട് സ്നേഹിച്ചു, ജോസഫ്. അവനോട് സ്നേഹതീവ്രത കൊണ്ട് സ്വന്തം കൈകൊണ്ട് തന്നെ നെയ്തെടുത്തൊരു കുപ്പായം അവന് കൊടുക്കുന്നുണ്ട്. ആ മകനോടുള്ള പ്രത്യേക സ്നേഹം കണ്ട് ബാക്കി 11 പേർക്കും അവനോട് വിരോധമായി. പിന്നെ അവൻ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ആ 11 പേരും അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിടുന്നു. ഇസ്മയേൽ ഗോത്രക്കാർക്ക് വിൽക്കുന്നു. പിന്നെ അവൻ്റെ കുപ്പായം എടുത്ത് അതിൽ ആടിൻ്റെ രക്തം തളിച്ചിട്ട് സ്വന്തം പിതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ ഏതോ കാട്ടുമുക്ക് ആക്രമിച്ച് കൊന്നിരിക്കുന്നു, അതിൻ്റെ തെളിവാണിതെന്ന്. നോക്കുക, യാക്കോബ് ഒരു മകനായിരിക്കെ സ്വന്തം പിതാവിൻ്റെ മുമ്പിൽ ഏസാവിൻ്റെ വസ്ത്രം ധരിച്ച് അഭിനയിച്ചുവെങ്കിൽ അവനൊരു പിതാവായപ്പോൾ അവൻ്റെ മക്കളും അതേപോലെ ഒരു വസ്ത്രം കാണിച്ച് അഭിനയിക്കുന്നു. അഭിനയത്തിൻ്റെ തുടർച്ച. നമ്മൾ ഇങ്ങനെ അഭിനയിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളെ കണ്ടുപിടിക്കുന്ന മക്കളുണ്ട്. ഭാവിയിൽ നമ്മളെയൊക്കെ വിദഗ്ധമായിട്ട് അവർ അഭിനയിക്കും. കാപട്യം ഏറ്റു പറയണം. അനുദപിച്ച് അഭിനയിച്ചത് ഉപേക്ഷിക്കേണ്ടതുണ്ട്. ദാവീദിനെ നോക്കുക, അവനൊരു പാപം ചെയ്തു. ജഡികവാസനയാൽ അവൻ ബത്ശേബയുമായിട്ട് പാപം ചെയ്തപ്പോൾ ആ പാപം മറയ്ക്കുവാൻ അവൻ ഊറിയായി വിളിക്കുന്നുണ്ട് ബത്ശേബയുടെ ഭാര്യ, ഭർത്താവ് യുദ്ധക്കാലത്തിൽ നിന്നും. പിന്നെ എന്ത് സംഭവിച്ചെന്നറിയാം. സ്നേഹത്തോടെ അവനോട് സംസാരിക്കുന്നു, യുദ്ധവിശേഷങ്ങൾ ആരായുന്നു, പിന്നെ ഭക്ഷണം കൊടുക്കുന്നു, വീട്ടിൽ പോയി ഭാര്യയോടൊപ്പം ശയിക്കാൻ പറയുന്നു, തൻ്റെ പാപം കഴുകിക്കളയാൻ. എന്നാൽ ദാവീദിൻ്റെ അഭിനയം വിജയിക്കുന്നില്ല. ഊറിയ പോകുന്നില്ല. രാത്രി രാജകൊട്ടാരത്തിന് മുമ്പിൽ തന്നെ അവൻ കിടക്കുകയാണ്. തൻ്റെ അഭിനയം ഫലിക്കുന്നില്ലെന്നറിഞ്ഞപ്പോൾ കൂടുതൽ കഠിനമായൊരു അഭിനയമുറയിലേക്ക് ദാവീദ് പ്രവേശിക്കുക. ഒരു സന്ദേശം ഊറിയായുടെ കൈ കൊടുത്തിട്ട് യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞു വിടുന്നു. അതൊരു ചതിയുടെ സന്ദേശമായിരുന്നു. ഊറിയ യുദ്ധക്കളത്തിൽ ശത്രുക്കളുടെ മുമ്പ് വിട്ടിട്ട് നിങ്ങൾ പിന്മാറണം, അവനെ വധിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഊറിയ വധിക്കപ്പെടുന്നുണ്ട്. നോക്കുക, ദാവീദ് ഒരു ചെറിയ തെറ്റ് ചെയ്തു. അംഗീകരിക്കാൻ മനസ്സില്ലാതെ അത് മറച്ച് അഭിനയിക്കാൻ ആരംഭിച്ചപ്പോൾ കൂടുതൽ മോശമായ തെറ്റുകളിലേക്ക് അവൻ വീണു, കൊലപാതകിയായി. ഇതാണ് നമ്മുടെ അഭിനയ ജീവിതത്തിൻ്റെ ഒരു ദുരന്തം. ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ ഏറ്റുപറയാനും അംഗീകരിക്കാനും കഴിയാതെ അഭിനയിച്ച് മാന്യതയുടെ അത്യവിഷ്ടത്തെപ്പോലെ നിന്നാൽ കൂടുതൽ മാരകമായ തെറ്റുകളിലേക്ക് നാം വീഴും. ഒരു സത്യം പറയട്ടെ, എത്രയൊക്കെ അഭിനയിച്ചാലും ദൈവം അത് കാണുന്നുണ്ട്. നമുക്കറിഞ്ഞുകൂടി, ആ പാവനിയായ സ്ത്രീയെ കല്ലെറിയാനായിട്ടൊരു ജനം തടിച്ചുകൂടിയപ്പോൾ ക്രിസ്തു അവരോട് പറഞ്ഞതെന്താ? നിങ്ങൾ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. എല്ലാവരും ഇടർച്ചയുടെ നിമിഷം കാണുന്നവനാ ക്രിസ്തു. ആ സമരിയക്കാരി സ്ത്രീ ഒന്നോർക്കുക. സിക്കാർ കിണറ്റിൻകരയിൽ വെള്ളമെടുക്കാൻ വന്നപ്പോൾ ക്രിസ്തു കരങ്ങൾ നീട്ടി ദാഹാർത്തനായി നിന്നപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയക്കാരിൽ നിന്ന് വെള്ളം കുടിക്കുകയോ? നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ക്രിസ്തു അവളോട് പറഞ്ഞു, നീ നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ. വീണ്ടും അവൾ കാബഡ് അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന്. ക്രിസ്തു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല. തൻ്റെ ജീവിതത്തിൻ്റെ ഇടർച്ചയുടെ നിമിഷം ക്രിസ്തു വെളിപ്പെടുത്തിയപ്പോഴാണ് അവൾ അനുതപിച്ചത്, ജീവിതത്തെ ഏറ്റുപറയാൻ മനസ്സ് കാണിച്ചത്. ക്രിസ്തു എല്ലാം കാണുന്നുണ്ട്. പത്രോസ് പോലും പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്, നിന്നെ മുമ്പിൽ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന്.
അപ്പോൾ അവനെ നോക്കിയാൽ യേശു പറഞ്ഞത്, കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളി പറയുമെന്ന്. അതെ, ഏതൊരു മനുഷ്യൻ്റെ ഇടർച്ചകൾ കാണുന്നുണ്ട് ക്രിസ്തു. പിന്നെ എന്തിനാണ് അഭിനയം? കാപട്യത്തിൻ്റെ ആ പച്ചപ്പെടുത്ത് മാറ്റി ദൈവത്തിന് മുമ്പ് വിനീതനാകാൻ നമുക്ക് കഴിയണം. ഒടുവിൽ അന്ത്യത്താഴ സമയത്ത് പോലും അഭിനയിക്കുന്നൊരു ശിഷ്യനുണ്ട്. യേശുവിന് ഒറ്റിക്കൊടുക്കുവാൻ വാങ്ങിയ 30 വെള്ളി നാണയവുമായിട്ട് കടന്നു വന്ന യൂദാസ്. ആ ഭക്ഷണം മേശക്കരികെ നിന്നുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, ഇപ്പോൾ എൻ്റെ മേശയിൽ കൈവയ്ക്കുന്ന ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്. എല്ലാ ശിഷ്യന്മാരും ചോദിച്ചു, അത് ഞാനാണോ എന്ന്. യൂദാസും ചോദിച്ചു, അത് ഞാനാണോ എന്ന്. യേശു പറഞ്ഞു, അതേ, നീ തന്നെ. താൻ ഒറ്റുകാരനാണെന്ന് യേശു അറിയുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവനെ ഉപേക്ഷിച്ചില്ല. ഒറ്റുകൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇരുട്ടിലേക്കാണ് പോയത്. അവനെ നോക്കിയിട്ടാണ് ക്രിസ്തു പറഞ്ഞത്, നീ ജനിക്കാതിരുന്നെങ്കിൽ നിനക്ക് നന്നെന്ന്. നോക്കുക, കരുണയുള്ളവൻ, ശത്രുക്കൾ പോലും ക്ഷമിച്ചവൻ, പൊറുത്തവൻ പറഞ്ഞ ഏറ്റവും കഠിനമായ വാക്ക്, നീ ജനിക്കാതിരുന്നെങ്കിൽ നിനക്ക് നന്ന്. ദൈവം എല്ലാം ക്ഷമിക്കും, പക്ഷേ കാപട്യം, അത്യവിഷത്തെ ശപിച്ചതുപോലെ നമ്മളെ ശപിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ താക്കീതിൻ്റെ സ്വരം നാം കേൾക്കണം, ശ്രവിക്കണം. അത്യവിഷം ദൂരക്കാഴ്ചയിൽ ഫലം പോലെ തോന്നിച്ചു, എന്നാൽ അടുത്തെത്തിയപ്പോഴാണ് അതിൻ്റെ ശൂന്യത ക്രിസ്തുവിന് മനസ്സിലായത്. ഒരു നാൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ശൂന്യത കണ്ട് അവൻ നമ്മെ ശപിക്കാതിരിക്കാൻ കുറേ കൂടി അനുദപിക്കേണ്ടതുണ്ട്. ഓർക്കുകയാണ്, ഒരു യുവാവ് ഒരുപാട് നല്ല സെമിനാറുകൾ നടത്തുന്ന കഴിവുള്ളൊരു യുവാവ, പ്രത്യേകിച്ച് വ്യക്തിത്വ മൂല്യമുള്ള ക്ലാസ്സുകൾ. ആ ക്ലാസ്സുകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നൊരു പെൺകുട്ടി ആ മൂല്യവത്തായ ക്ലാസ്സുകൾ ആകൃഷ്ടനായി, ആ വ്യക്തിയോട് തന്നെ ആകൃഷ്ടനായി. പതിയെ അവ സൗഹൃദത്തിലായി, ഒടുവിൽ പ്രണയത്തിലായി. പ്രണയം തുടങ്ങിയ നാൾ മുതൽ ഈ പെൺകുട്ടി അദ്ദേഹം നടത്തുന്ന വ്യക്തിത്വ വികസന ക്ലാസ്സുകളൊന്നും പങ്കെടുക്കാതെയായി. ഒരിക്കൽ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ ഇപ്പോൾ എൻ്റെ ക്ലാസ്സുകളൊന്നും വരാത്തത്? ചിരിച്ചുകൊണ്ട് ആ യുവതി പറഞ്ഞു, പണ്ട് ഞാൻ നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ദൂരെ ഇരുന്നു കൊണ്ടാണ് ആ മൂല്യവത്തായ സംസാരങ്ങളൊക്കെ കേട്ടത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തോട് അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യമായി, നിങ്ങൾ പറയുന്ന മൂല്യമൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന്. ഇതൊരു ദുരന്തമില്ലേ? നാവ് കൊണ്ട് പലതും പറയാം, ദീർഘമായ മൂല്യവത്തായ പ്രസംഗങ്ങൾ പറയാം, എന്നാൽ ജീവിതത്തോട് അടുത്ത് കഴിയുമ്പോൾ ആ മൂല്യം നമുക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു പരാജയമല്ലേ? അതൊരു വീഴ്ചയല്ലേ? അതെ, താക്കീതുകൾ നാം മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ദൈവത്തിൻ്റേത്. ഇടറിപ്പോകുന്ന വഴികളിൽ ദൈവം പലരുടെയും താക്കീത് കൊടുക്കുന്നുണ്ട്. ഒന്നോർത്ത് നോക്കുക, നിനേവെ നിവാസികൾ ഒരുപാട് പാപത്തിൻ്റെ അഗാധത്തിലേക്ക് വീണപ്പോൾ യോനാ പ്രവാചകനിലൂടെ ദൈവം താക്കീത് കൊടുത്തു. അത് കേട്ട് അവർ അനുദപിച്ചു. ചാക്ക് വസ്ത്രം ധരിച്ച് ഉപവസിച്ച് അവർ അനുദപിച്ചപ്പോഴാണ് രക്ഷയുടെ മാർഗം അവർക്ക് തുറക്കപ്പെട്ടത്. ഈ ലോകം മുഴുവൻ പാപമലിനമായപ്പോൾ ദൈവം കൊടുത്തു നോഹയ്ക്ക് താക്കീത്. അതനുസരിച്ച് അവൻ പെട്ടകം പണിതതുകൊണ്ടാണ് അവനും അവൻ്റെ പ്രിയപ്പെട്ട കുടുംബവും തിരഞ്ഞെടുക്കപ്പെട്ട സൃഷ്ടിജാലകം രക്ഷിക്കപ്പെട്ടത്. സോദോം ഗൊമോറും പാപത്താൽ മലിനമായപ്പോൾ ലോത്തിനോട് പറഞ്ഞു, തിരിഞ്ഞു നോക്കാതെ നീ ഓടിപ്പോകാൻ. ആ താക്കീത് കേട്ട് അവൻ ദൈവത്തിൻ്റെ വഴിയെ കർത്താവിൻ്റെ മലിലേക്ക് ഓടിയതുകൊണ്ടാണ് അവനും അവൻ്റെ മക്കളും രക്ഷപ്പെട്ടത്. അതെ, താക്കീതുകൾ പല വിധത്തിൽ കൊടുക്കുന്നുണ്ട് ചില മനുഷ്യർക്ക്. സാംസന്റെ ജീവിതം ഒന്ന് എടുക്കുക. സ്വന്തം മാതാപിതാക്കളുടെ പലവട്ടം സാംസന് ദൈവത്തിൻ്റെ താക്കീത് കിട്ടുന്നുണ്ട്, ഇടറിപ്പോകാതിരിക്കാൻ, പാവഴി പോകാതിരിക്കാൻ. പക്ഷേ ശക്തിയുടെ അഹന്തയിൽ, ജടികവാസനയുടെ സുഖത്തിൽ അവൻ മാതാപിതാക്കൾ താക്കീതുകൾ കേൾക്കാതെ ആ സ്ത്രീയുടെ പിന്നാലെ പോയി. ഒടുവിൽ തെലീല അവൻ്റെ ശക്തി ഉറവിടം പങ്കുവെക്കുകയും അവനെ ദുർബലനാക്കുകയും ഏറ്റവും മോശപ്പെട്ട ഒരു അന്ത്യം അവന് സംഭവിക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിൽ ദൈവം താക്കീത് തരുന്നുണ്ട്. ശ്രവിക്കാം. പാപവഴി ഇടറിപ്പോകുന്നവരാണെങ്കിൽ തിരികെ വരാം, അനുദപിക്കാം. ഓർക്കുക, മോവാബരുടെ രാജാവിന് വേണ്ടി ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ വേണ്ടി ബാലാം എന്ന പ്രവാചകൻ കഴുതപ്പുറത്ത് പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ സമ്മാനങ്ങൾ സ്വയം മയങ്ങി ആ മോവാബരുടെ രാജാവിന് വേണ്ടി അവൻ പോകുമ്പോൾ ദൈവം അവനെ വധിക്കുവാൻ വേണ്ടി വഴിയിൽ ഒരു ദൂതനെ വാളുമായിട്ട് നിർത്തുന്നുണ്ട്. ബാലാം അത് കണ്ടില്ല, പക്ഷെ കഴുത കണ്ടു. തൻ്റെ യജമാനനായ ബാലാമിന് മുമ്പിലൊരു ദുരന്തമുണ്ടെന്നറിഞ്ഞ് ഈ കഴുത മുന്നോട്ട് പോകുന്നില്ല, വയലിലേക്ക് ചാടുന്നു. തനനുസരിക്കാത്ത കഴുതയെ അടിക്കുവാനായിട്ട് ബാലാം കൈയോങ്ങിയപ്പോൾ ഈ കഴുത സംസാരിക്കുകയാണ്.
പറയുക, നിന്റെ മുമ്പിൽ ഒരു ദുരന്തത്തിൻ്റെ വാൾ ഇരിപ്പുണ്ടെന്ന്, നീ പോകുന്നത് ഒരു പാപത്തിൻ്റെ ഇടച്ചൊരു വഴിയിലാണെന്ന്. അപ്പോഴാണ് ബാലാമിന് ഉൾവെളിച്ചം കിട്ടുന്നത്, അനുദപിക്കുന്നത്, തിരികെ പോരുന്നത്. നമ്മളും ദൈവം ആഗ്രഹിക്കാത്ത വഴിയിലൂടെ പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ചിലരിലൂടെ ചില താക്കീതുക ദൈവം തരും. എങ്കിൽ അതനുസരിക്കുക, പിന്മാറുക. ആദ്യ വിഷം 3 വർഷമായിട്ട് ഫലം നൽകാതെ നിന്നിട്ടും 1 വർഷം കൂടെ അനുവദിച്ചിട്ടും ഫലം നൽകിയെന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ സുവിശേഷത്തിൽ ഫലം നൽകാത്തതിൻ്റെ പേരിൽ ശപിക്കപ്പെട്ടൊരു അത്യവിഷമുണ്ട്. അതിൻ്റെ പ്രതീകമാകാതിരിക്കാൻ ദൈവം തരുന്ന താക്കീതുക നമുക്കനുസരിക്കാം. നോക്കുക, മുന്തിരിത്തോട്ടത്തിൽ വളർന്ന അത്യവിഷമാണ്, എല്ലാവിധ സൗഭാഗ്യം നടുവി ജീവിച്ച ഒരു അത്യവിഷമാണ്. സത്യത്തിൽ ഒരു അത്യവിഷത്തിന് യാതൊരു പരിചരണവും വേണ്ട. തെരുവ് വെറുതെ വളർന്ന് ഫലം കായ്ക്കുന്ന വിഷമാണ് അത്യവിഷം. മുന്തിരിത്തോട്ടത്തിലായിരുന്നത് കൊണ്ട്, മുന്തിരിക്ക് ഏറ്റവും നല്ല പരിചരണം ആവശ്യമുള്ളത് കൊണ്ട് അത് തന്നെ ഈ അത്യവിഷത്തിന് കിട്ടിയിരിക്കാം. എന്നിട്ടും അത് ഫലം നൽകിയില്ല. സത്യത്തിൽ നമ്മളതുപോലെയല്ലേ? തിരുസഭ എന്ന മുന്തിരിത്തോട്ടത്തിലെല്ലാം വാഴുന്നത്. എല്ലാവിധ ആത്മീയ പരിചരണവും നമുക്ക് കിട്ടുന്നില്ലേ? കൂതാശകളുണ്ട്, ഒരുപാട് വിശുദ്ധരുടെ ജീവിതത്യാഗങ്ങളുടെ മാതൃകയുണ്ട്. ഇത് കണ്ടിട്ടും നന്മ നമ്മൾ കായ്ക്കുന്നില്ല എങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ശാപം നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും വരില്ലേ? അതുകൊണ്ട് നമുക്ക് അനുദപിക്കാം, അഭിനയ ജീവിതം കുറേ കൂടി ഉപേക്ഷിക്കാനായിട്ട് പ്രയത്നിക്കാം. ഞാൻ പറഞ്ഞ ആ നാടകം ഒന്ന് ഓർക്കുക. യേശുവായിട്ട് അഭിനയിച്ച നാടകം കഴിഞ്ഞപ്പോൾ അവൻ ഒരു വിരുന്നിന് ക്ഷണിക്കപ്പെട്ടു. കരഞ്ഞ കുട്ടി തന്നെ അവനോട് ചോദിച്ചു, നിങ്ങളെയല്ലേ തൂക്കിക്കൊന്നതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എല്ലാം ഒരു അഭിനയമായിരുന്നുവെന്ന്. ഇതുപോലെ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം ഒരു നാടകമാകാം. ഒരിക്കൽ ഈ നാടകം അവസാനിക്കും. മരണം ഈ ജീവിത നാടകത്തിന് മുമ്പിലുള്ള കർട്ടനിടും. അപ്പോൾ നമ്മളും ഒരു വിരുന്നിന് ക്ഷണിക്കപ്പെടും. നിത്യതയുടെ ആ സ്നേഹവിരുന്നിൽ നിൽക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നിട്ട് ആ കൊച്ചുകുട്ടിയെ പോലെ ചോദിക്കും, ഭൂമിയിലെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? എന്ത് പറയും? എല്ലാം ഒരു അഭിനയമായിരുന്നുവെന്നോ? അങ്ങനെ പറയാതിരിക്കാൻ ജീവിതത്തെ ക്രമപ്പെടുത്താം, കുറേ കൂടി ഹൃദയ നൈമല്യതയോടെ ജീവിക്കാം. അത്യവിഷത്തിൻ്റെ ചുവട്ടിലിരുന്ന നദാലിനോട് ക്രിസ്തു പറഞ്ഞില്ലേ, ഇതാ കപടതകളില്ലാത്ത യഥാർത്ഥ ഇസ്രായേൽക്കാരനെന്ന്. അന്ത്യദിനത്തിൽ നമ്മളെ നോക്കി ക്രിസ്തു പറയണം, ഇതാ കപടതകളില്ലാത്ത യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന്. അതിന് ഉള്ളിൽ ഫലങ്ങളുണ്ടാകണം. വിശുദ്ധിയുടെ, നന്മയുടെ, കാരുണ്യത്തിൻ്റെ, പ്രാർത്ഥനയുടെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അത്യവിഷമാകാം. ശപിക്കപ്പെടാതിരിക്കാൻ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.